ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ നടന്ന വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയും പടക്ക നിർമ്മാണശാലയിലെ ജീവനക്കാരനുമായ വിഷ്ണുവാണ് മരിച്ചത്. 16 പേർക്ക് പരിക്ക്. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. തൃശൂർ റവന്യൂ ഡിവിഷന്റെ കീഴിൽ നടന്ന ഭൂമി തരം മാറ്റൽ അദാലത്തിൽ ലഭിച്ച 4715 അപേക്ഷകളിലും പരിഹാരമായി. തൃശൂർ തലപ്പള്ളി, കുന്നംകുളം, ചാവക്കാട് താലൂക്കുകളിലെ അപേക്ഷകളാണ് പരിഗണിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ നടന്ന വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയും പടക്ക നിർമ്മാണശാലയിലെ ജീവനക്കാരനുമായ വിഷ്ണുവാണ് മരിച്ചത്. അപകടത്തിൽ 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 3 പേരെ പൊള്ളൽ ICUവിലും ഒരാളെ വാർഡിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ICUവിൽ പ്രവേശിച്ചവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ദിവാകരൻ 55, ആനന്ദൻ 69, മടവൂർ ശാസ്താവട്ടം സ്വദേശി ആദർശ് 28, കൊല്ലം പാരിപ്പള്ളി സ്വദേശി അനിൽ 49 വയസ്സ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സ ലഭ്യമാക്കി വരികയാണെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ അറിയിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. പടക്കങ്ങൾ എത്തിച്ച വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി എത്തിച്ച പടക്കങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം. സ്ഫോടനത്തിൽ പടക്ക നിർമ്മാണശാല പൂർണ്ണമായും തകർന്നു. സമീപത്തെ നിരവധി വീടുകൾക്കും നാശനഷ്ടവും കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട്. പൊട്ടിത്തെറിയുടെ പ്രകമ്പനത്തിൽ വീടുകളുടെ ജനാലകളുടെ ചില്ലുകളും മേൽക്കൂരകളും തകർന്നു. മീഡിയ ടൈം, തൃപ്പൂണിത്തുറ. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കുന്നംകുളം ചീരക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്നതായിരുന്നു കൊമ്പനെ. കഴിഞ്ഞ ദിവസം പൂരത്തിന് എഴുന്നള്ളിച്ചിരുന്നില്ലെന്ന് പറയുന്നു. പറമ്പിൽ തളച്ചിരുന്ന ആനയെ ഇന്ന് രാവിലെ തിരിച്ചു കൊണ്ടുപോകുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. കെട്ടഴിച്ച ലോറിക്ക് സമീപത്തേക്ക് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നതിനിടെ പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. പരിക്കേറ്റ പാപ്പാനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ റവന്യൂ ഡിവിഷന്റെ കീഴിൽ നടന്ന ഭൂമി തരം മാറ്റൽ അദാലത്തിൽ ലഭിച്ച 4715 അപേക്ഷകളിലും പരിഹാരമായി. തൃശൂർ തലപ്പള്ളി, കുന്നംകുളം, ചാവക്കാട് താലൂക്കുകളിലെ അപേക്ഷകളാണ് പരിഗണിച്ചത്. തൃശൂർ താലൂക്കിൽ 2692, തലപ്പള്ളി 460, കുന്നംകുളം 338, ചാവക്കാട് 1225 എന്നിങ്ങനെയാണ് അപേക്ഷകൾ ലഭിച്ചത്. ജില്ലാ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ നടന്ന തൃശൂർ റവന്യൂ ഡിവിഷണൽ ഭൂമി തരം മാറ്റം അദാലത്ത് സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി, സീനിയർ സൂപ്രണ്ട് PS. ജീവ, ഭൂരേഖ തഹസിൽദാർമാരായ M. സന്ദീപ്, PG. നാരായണൻകുട്ടി, KR. രേവതി, VB. ജ്യോതി, ജൂനിയർ സൂപ്രണ്ടുമാരായ PK. ഉണ്ണികൃഷ്ണൻ, MA. സുരേഷ്, KK. മനോജ് കുമാർ, MP. സബിത, PA. രാജശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ 25 സെന്റിൽ താഴെ വിസ്തീർണം വരുന്നതും സൗജന്യമായി തരംമാറ്റം അനുവദിക്കാവുന്നതുമായ തരംമാറ്റം അപേക്ഷകളുടെ തീർപ്പാക്കലാണ് നടന്നത്. ഭൂമി തരം മാറ്റുന്നതിനുള്ള മുഴുവൻ അപേക്ഷകളും സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. വീതി കുറഞ്ഞ പാലത്തിലെ ഗതാഗതക്കുരുക്കിൽ വട്ടം കറങ്ങി നാട്ടുകാർ. ചേന്നമംഗലം പഞ്ചായത്തിലെ കരിപ്പായിക്കടവ് പഴമ്പിള്ളിത്തുരുത്ത് പാലത്തിലാണ് നിരന്തരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. 4.25 മീറ്ററാണ് പാലത്തിന്റെ വീതി. കഷ്ടിച്ച് ഒരു ബസ്സിന് മാത്രമേ ഒരേ സമയം പാലത്തിലൂടെ കടന്നു പോകാനാകൂ. എറണാകുളം ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പറവൂരിൽ നിന്നും തൃശൂർ ജില്ലയിലേക്ക് കടക്കാവുന്ന എളുപ്പമാർഗമാണിത്. 17 വർഷങ്ങൾക്ക് മുമ്പ് ചേന്ദമംഗലം കരിപ്പായിക്കടവിൽ നിന്നും പഴമ്പിള്ളിത്തുരുത്തിലേക്ക് കടക്കുന്നതിന് നിർമ്മിച്ചതാണ് ഈ ചെറിയ പാലം. 4.25 മീറ്ററാണ് പാലത്തിന്റെ വീതി. കഷ്ടിച്ച് ഒരു ബസ്സിന് മാത്രമേ ഒരേ സമയം പാലത്തിലൂടെ കടന്നുപോകാനാകൂ. അപ്രോച്ച് റോഡിനും വീതി കുറവാണ്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ സ്റ്റേഷൻ കടവും ചേന്ദമംഗലം പഞ്ചായത്തിലെ പഴമ്പിള്ളിത്തുരുത്തുമായി ബന്ധിപ്പിച്ച് 5.5 വർഷം മുമ്പ് നീളമേറിയതും വീതി കൂടിയതുമായ പാലം ഗതാഗതത്തിന് തുറന്നതോടെയാണ് ഗതാഗത തിരക്കേറിയത്.
പറവൂരിൽ നിന്ന് മാള, ചാലക്കുടി, തൃശൂർ ഭാഗങ്ങളിലെത്താൻ 15 കിലോമീറ്റർ ദൂരം കുറിച്ച് സഞ്ചരിച്ചാൽ മതി. അതിനാൽ പകലും രാത്രിയും ഇതുവഴി വലിയ ഗതാഗതക്കുരുക്കാണ് കരിപ്പായിക്കടവ് പഴമ്പള്ളിത്തുരുത്ത് പാലത്തിൽ അനുഭവപ്പെടുന്നതെന്ന് ചേന്താമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR പ്രേംജി പറഞ്ഞു. വലിയ വാഹനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള വാഹനങ്ങൾ പോലും ഇവിടെ വന്ന് ബ്ലോക്കിൽ കിടക്കുകയാണ്. ആയതുകൊണ്ട് ഇതിന് ഒരു പ്രതിവിധി എന്നോണം സമാന്തര പാലം വേണമെന്ന ആവശ്യമാണ്. ഇതിലേക്ക് 15 കിലോമീറ്റർ ദൂരം കൊണ്ട് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. മാഞ്ഞാൽ വഴി പോവുകയാണെങ്കിൽ 16 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും. ഇതുവഴി ഈ കരിപ്പായിക്കടവ് പഴമ്പള്ളിത്തുരുത്ത് പാലം 17 കൊല്ലമായി പണി തീർത്ത് 4.25 മീറ്റർ വീതിയുണ്ട്. തൊട്ടടുത്ത് 2018 പുത്തമ്പരിക്കര പഴമ്പള്ളിത്തുരുത്ത് സ്റ്റേഷൻ കടവ് പാലത്തിൻ്റെ പണി പൂർത്തിയായതോടുകൂടിയാണ് അത്രയ്ക്കുള്ള വാഹന ഗതാഗതം രൂക്ഷമായത്. കരിപ്പായിക്കടവിൽ സമാന്തര പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിരവധി നിവേദനങ്ങൾക്കൊടുവിൽ മണ്ണ് പരിശോധനയ്ക്ക് നടപടിയായതാണ് നാട്ടുകാർക്ക് തെല്ലാശ്വാസം നൽകുന്നത്. മീഡിയ ടൈം, പറവൂർ. ജില്ലയിലെ ഫിഷ് ബൂത്തുകളിലേക്ക് ഗുണമേന്മയുള്ള മത്സ്യം നേരിട്ടെത്തിച്ച് വിതരണം ചെയ്യുന്നതിന് മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ മത്സ്യ സംഭരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ആനാപ്പുഴയിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററിലാണ് കേന്ദ്രം തുറന്നത്. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. മുനമ്പം, ചേറ്റുവ, പൊന്നാനി, കൊച്ചി എന്നീ ഹാർബറുകളിൽ നിന്നും വിവിധ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ വഴിയും സംഭരിക്കുന്ന നെയ്മീൻ, ആവോലി, കരിമീൻ, ചെമ്മീൻ, വറ്റ, ചൂര, അയില, ചാള, സ്രാവ് തുടങ്ങിയ 25ഓളം ഇനം മത്സ്യങ്ങളാണ് വിതരണ കേന്ദ്രത്തിൽ സംഭരിച്ച് ഫിഷ് ബൂത്തുകളിൽ എത്തിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ നഗരസഭയ്ക്ക് നിർമ്മിച്ചു നൽകിയ ഈ ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇതുവരെയും പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നഗരസഭ പലതവണ ഇതിന് ശ്രമിക്കുകയും ചെയ്തിട്ടും ചില തർക്കങ്ങൾ മൂലം ഈ കേന്ദ്രം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. KR ജയത്രൻ നഗരസഭാ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളുമായി ചർച്ച ചെയ്ത് കേന്ദ്രം മത്സ്യത്തൊഴിലാളികൾക്കായി ലേലം ചെയ്ത് നൽകിയെങ്കിലും തുടർന്ന് പ്രവർത്തിക്കാൻ ലേലം ചെയ്തവർ തയ്യാറായില്ല. ഇപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം മത്സ്യഫെഡ് വാടകയ്ക്കെടുത്തും സംഭരണ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ആനുകൂല്യവും ചെയർമാൻ വിതരണം ചെയ്തു. മത്സ്യഫെഡ് ബോർഡ് മെമ്പർ ഷീല രാജകമൽ അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ KR ജയത്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസബ്, കൗൺസിലർമാരായ VM ജോണി, KA വത്സല, ബോർഡ് മെമ്പർ ബാബു, KP ഷാജി, VB സത്യൻ, KR വിദ്യാസാഗർ, ജനറൽ മാനേജർ MS ഇർഷാദ്, ജില്ലാ മാനേജർ N ഗീത, യൂണിറ്റ് മാനേജർ അനിത എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ കടൽത്തീരത്ത് ടെട്രോപാഡ് ഭിത്തി നിർമ്മിക്കും. കടലാക്രമണത്തിന്റെ തോത് കണക്കാക്കി ഹോട്ട്സ്പോട്ടിൽപ്പെടുത്തിയ ഭാഗങ്ങളിലാണ് ടെട്രോപാഡ് ഭിത്തി നിർമ്മിക്കുക. ഇതിനായി ഉടൻ തന്നെ ഉന്നതതല യോഗം വിളിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള നിയമസഭയുടെ 15ാമത് സമ്മേളനത്തിൽ ET ടൈസൺ മാസ്റ്റർ MLA അവതരിപ്പിച്ച തീരപ്രദേശത്തെ കടലാക്രമണവും ഇത് മറികടക്കുന്നതിനായി ടെട്രോപാഡ് വിരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ 2021-22 സാമ്പത്തിക വർഷത്തിൽ 8 പ്രവൃത്തികൾക്കായി 104.17 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതിൽ 7 പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും 2022-23 സാമ്പത്തിക വർഷത്തിൽ 4 പ്രവൃത്തികൾക്കായി 106.4 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും 2 പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 പ്രവൃത്തികൾക്കായി 61 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും 5 പ്രവൃത്തികളും പൂർത്തീകരിക്കുകയും ചെയ്തുവെന്നും മന്ത്രി അറിയിച്ചു. ഇതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ആവർത്തിച്ചുണ്ടാകുന്ന കടൽക്ഷോഭത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി കേന്ദ്ര ജല കമ്മീഷൻ, IIT ചെന്നൈ, ജലസേചന വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ വിശദമായ വിവരശേഖരണം നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തീരസംരക്ഷണത്തിന് ആവശ്യമായ 10 ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തൃശൂർ ജില്ലയിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ തീരപ്രദേശ ഭാഗം. ചെന്നൈ അടിസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന NCCR എന്ന സ്ഥാപനവുമായി 2011 ധാരണാപത്രം ഒപ്പുവെക്കുകയും സംരക്ഷണത്തിനായി വിശദമായ പഠനങ്ങൾ ആവശ്യമായതിനാൽ NCCRന്റെ നേതൃത്വത്തിൽ ഹോട്ട്സ്പോട്ടുകളിൽ പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കയ്പമംഗലം ഉൾപ്പെടെ ഹോട്ട്സ്പോട്ടുകൾക്ക് കരട് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇതിൽ ജലസേചന വകുപ്പ് ചില സാങ്കേതിക മാറ്റങ്ങൾ മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ NCCR വിദഗ്ധർ കയ്പമംഗലം ഉൾപ്പെടെയുള്ള ഹോട്ട്സ്പോട്ടുകൾ സ്ഥലപരിശോധന നടത്തുകയും
അവയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനും അധിക വിവരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തും NCCR പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞ മാസം 31-ാം തീയതി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഇതിൽ ഡിസൈൻ എത്രയും വേഗം NCCRനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. നരഹത്യാശ്രമം, ആളുകളെ ദേഹോപദ്രവമേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാട് കടത്താൻ ഉത്തരവിട്ടു. നാരായണമംഗലം മുണ്ടോളി വീട്ടിൽ അക്ഷയയാണ് 1 വർഷത്തേക്ക് കാപ്പ ചുമത്തി നാട് കടത്താൻ ഉത്തരവിട്ടത്. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിനും ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനുമാണ് വിലക്ക്. CPIM സംയോജിത കൃഷിയുടെ പുത്തുഞ്ചിറ മേഖലാതല നടിൽ ഉദ്ഘാടനം നടന്നു. കരിങ്ങാച്ചിറ തെക്കേടത്ത് രാമചന്ദ്രന്റെ പറമ്പിൽ നടന്ന നടിൽ CPIM മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 13 ഇനങ്ങൾ തറവല നിശ്ചയിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 13 ഇനത്തിന് തറവലയുണ്ട്. ആ തറവലയിൽ സർക്കാർ അല്ലെങ്കിൽ കൃഷിഭവൻ ഏറ്റെടുക്കും. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഏറ്റെടുക്കണമെന്ന് അതിനാവശ്യമായ ഹോർട്ടികോർപ്പ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ, കൃഷി വകുപ്പ് ഒക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് കൃഷിക്കാരനെ സഹായിക്കാൻ, തറവലയ്ക്ക് സഹായിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പുത്തുനിറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VN രാജേഷ്, VK റാഫി, റോമി ബേബി എന്നിവർ സംസാരിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പിൽ ഈശാനൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ഫെബ്രുവരി 20 വരെയാണ് ഉത്സവാഘോഷം. എല്ലാ ദിവസവും വിളക്കെഴുന്നള്ളിപ്പ്, ദീപാരാധന, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. 16-ന് ഉത്സവ ബലി ദർശനം, 18-ന് ഉത്സവ ബലി ദർശനം, ലക്ഷദീപം, 19-ന് പഞ്ചാരിമേളം, ആനയൂട്ട്, പള്ളിവേട്ട, 20-ന് ആറാട്ട് സദ്യ, കൊടിയിറക്കം, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, മേജർ സെറ്റ്, പഞ്ചവാദ്യം, പാണ്ഡിമേളം എന്നിങ്ങനെയാണ് പരിപാടികൾ. ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജിസ്ട്രിനൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബൈത്തന്നൂർ ഭവന പദ്ധതിയിലെ 7ാമത്തെ വീട് കൈമാറി. സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ബൈത്തന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. നജീബ് തങ്ങൾ പുതിയ വീടിന്റെ പാൽക്കാച്ചൽ ചടങ്ങിനും അലി അക്ബർ ഫൈസി മൗലിദ് പാരായണത്തിനും നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി EK നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി, സിന്ധു സുനിൽ, EP ജെയിംസ്, KK ഗോപാലകൃഷ്ണൻ, അമൃത മോഹൻലാൽ, വിശാലാക്ഷി, TS ബേബി എന്നിവർ സംസാരിച്ചു. കൊരട്ടി പഞ്ചായത്ത് LP സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. 13 പ്രവർത്തനയിടങ്ങളോടുകൂടിയ വർണ്ണക്കൂടാരമായ ആലിപ്പഴത്തിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. നവീകരിച്ച് പ്രീ പ്രൈമറി വിഭാഗത്തിന്റെയും സ്കൂളിന്റെയും 56 വാർഷികാഘോഷവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ചടങ്ങിൽ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമണത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നൈനു റിച്ചു, അഡ്വക്കേറ്റ് KR സുമേഷ്, കുമാരി ബാലൻ, ബ്ലോക്ക് മെമ്പർ സിന്ധു രവി, പഞ്ചായത്ത് അംഗങ്ങളായ P സുമേഷ്, പ്രധാന അധ്യാപിക സിനി ഗോപാൽ, CG മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യ ഗ്രാമം, അക്ഷരഗ്രാമം, സൂര്യഗ്രാമം, കേര സമൃദ്ധി, ബാലസൗഹൃദം തുടങ്ങി 5 പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യഗ്രാമം, സോളാർ സംവിധാനം നടപ്പിലാക്കുന്ന സൂര്യഗ്രാമം, വിദ്യാഭ്യാസ മേഖലയിലെ അക്ഷരഗ്രാമം, തെങ്ങിന്റെ വീണ്ടെടുപ്പിന് കേര സമൃദ്ധി, പഞ്ചായത്തിന്റെ ആകെ ബാലസൗഹൃദമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി എന്നിവയാണ് 5 പ്രത്യേക പദ്ധതികൾ ഉൾപ്പെടുത്തി ഇത്തവണത്തെ ബജറ്റ്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK അസീം, സാറാബി ഉമർ, നജ്മർ ഷക്കീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, പഞ്ചായത്ത് അംഗം PK മുഹമ്മദ്, സെക്രട്ടറി സെറീന, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നസീർ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, CDS വൈസ് ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ
ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അബി പ്രസാദ് നേതൃത്വം നൽകി. മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS അരുൺ രാജ് സന്ദേശം നൽകി. സോയ് കോലഞ്ചേരി, ജിനേഷ് TK, ജിജോ പഴുപ്പറമ്പിൽ, വർഗീസ് കാഞ്ഞൂത്തറ, ജിനേഷ് പാലാപ്പറമ്പിൽ, TV യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് എൻ്റെ പാഠം എൻ്റെ പുസ്തകം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കാരൂർ ഭാരത വായനശാലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബ്ലോക്കിലെ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ കാരൂർ വായനശാല, ഭാരത് വായനശാല ഉൾപ്പെടുന്ന പ്രദേശമാണ്. നമ്മളിത് തെരഞ്ഞെടുക്കുന്നത്, ഈ വായനശാലയെ തെരഞ്ഞെടുത്തതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാല, പ്രാദേശികമായി ജനങ്ങളുമായി ഏറ്റവും അധികം അടുത്തിടപെട്ടുകൊണ്ട് അവരുടെ സമസ്ത മേഖലയിലുമുള്ള ഇടപെടൽ നടത്തുന്ന ഒരു വായനശാല. ആ നിലയ്ക്കൊക്കെ തന്നെയാണ് നമ്മൾ ഭാരത് വായനശാലയെ തെരഞ്ഞെടുത്തത്. പിന്നെ പ്രത്യേകിച്ച് ജോസേട്ടൻ്റെ ഒരു നിർബന്ധം കൂടി അതിലുണ്ട്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ എപ്പോഴും ഉണ്ടാകും, ടീച്ചർ ഏത് ചോദ്യം ചോദിച്ചാലും ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്ന ഒരു കുട്ടി. അതുപോലെ മാള ബ്ലോക്ക് പഞ്ചായത്ത് എന്ത് പദ്ധതിയെ കുറിച്ച് ആലോചിച്ചാലും ആദ്യം വേണം എന്ന ആവശ്യവുമായിട്ട് കൈവെക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഡിവിഷൻ മെമ്പർ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ബ്ലോക്കിന്റെ പരിപാടികളുടെയും ആദ്യ ഘട്ടങ്ങൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ഡിവിഷനിലേക്ക്. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കോബ് അധ്യക്ഷത വഹിച്ചു. R. സോണിയ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് മാഞ്ഞൂരൻ, ബിന്ദു ഷാജു, ബ്ലോക്ക് മെമ്പർ ജുമൈല സഗീർ, വാർഡ് മെമ്പർ V. രാജു എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ആലത്തൂർ മുട്ടിത്തറ ലിങ്ക് റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ബെന്നി ബെഹ്റൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഈ റോഡിന് വേണ്ടിയിട്ട് എന്നെ സമീപിച്ചതിലും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സേവ്യർ ഉണ്ടായിരുന്നു, മറ്റ് സഹപ്രവർത്തകരുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയുന്നു, ഒരു MP ഫണ്ട് അനുവദിക്കുമ്പോൾ അത് MPയുടെ മാത്രം ഒരു തീരുമാനമല്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒട്ടേറെ ആളുകളുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ 7 അസംബ്ലി നിയോജകമണ്ഡലത്തിലും ഒട്ടേറെ പഞ്ചായത്തുകളിൽ എവിടെയെല്ലാം റോഡ് വേണം, എവിടെയെല്ലാം വികസന പ്രവർത്തനം വേണമെന്ന് എനിക്ക് മാത്രം ഇരുന്ന് കണക്ക് കൂട്ടി ഒരു മുൻഗണനാക്രമം തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മനുഷ്യ സഹജമല്ലാതെ. അപ്പോൾ എന്താണ് ഒരു പ്രദേശത്തിൻ്റെ ആവശ്യം എന്താണ്, മുൻഗണന കൊടുക്കേണ്ടത് എന്താണ് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആ പരിസരവാസികൾ, ജനപ്രതിനിധികൾ, പഞ്ചായത്തിൻ്റെ ആളുകൾ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആളുകൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആളുകൾ, സമീപ പ്രദേശത്തുള്ള ആളുകളാണ്. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 13.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ലളിത ദിവാകരൻ, KK രവിനമ്പൂതിരി, US സേവ്യർ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ തൃപ്പേക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഫെബ്രുവരി 13 ചൊവ്വാഴ്ച നാളെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 8:30 തന്ത്രി പടിഞ്ഞാറെടുത്ത് ഭട്ടത്തിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. ഫെബ്രുവരി 13 മുതൽ 20 വരെയാണ് ഉത്സവാഘോഷം. ദീപാരാധന, ചുറ്റുവിളക്ക്, പഞ്ചാരി മേളം, തായമ്പക, വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും. 20-ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് സദ്യ എന്നിവയോടെ ഉത്സവം സമാപിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ചന്ദ്രബാബു, ബിജു വലിയോളിപ്പറമ്പിൽ, സുരേഷ് ചറാട്ട്, C. മുകുന്ദൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ നടന്ന വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയും പടക്ക നിർമ്മാണശാലയിലെ ജീവനക്കാരനുമായ വിഷ്ണുവാണ് മരിച്ചത്. 16 പേർക്ക് പരിക്ക്. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച് ആനയിടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. തൃശൂർ റവന്യൂ ഡിവിഷന്റെ കീഴിൽ നടന്ന ഭൂമി തരം മാറ്റൽ അദാലത്തിൽ ലഭിച്ച 4715 അപേക്ഷകളിലും പരിഹാരമായി. തൃശൂർ തലപ്പള്ളി, കുന്നംകുളം, ചാവക്കാട് താലൂക്കുകളിലെ അപേക്ഷകളാണ് പരിഗണിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.